ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2025 ഫെബ്രുവരി മാസം 27 ഇനി ഒരു ദിവസം കൂടിയുള്ളൂ ഈ മാസം അവസാനിക്കാൻ വേണ്ടി. വ്യാഴാഴ്ചയാണെന്ന്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. വീക്കിലി എക്സ്പയറി ഉള്ള നിഫ്റ്റിയുടെയും അതുപോലെ സ്റ്റോക്കുകളുടെയൊക്കെ എക്സ്പയറി ദിവസമാണെന്ന്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന്. ദെൻ ഫസ്റ്റ് തിങ് നമ്മൾ പോകുന്നത് ഇന്ത്യയിൽ ഒരു സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് അത്യാവശ്യം കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പണമുള്ളത് 100 കോടി ആൾക്കാർക്കും അത്തരത്തിൽ പണം ഇല്ല എന്ന്. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പണം അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ ഒരു ലക്ഷറി എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് 100 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നാണ്. എന്തായാലും ഒരു സർവേ റിപ്പോർട്ടാണ്, ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു എന്ന് മാത്രം. ദെൻ എലോൺ മസ്കിൻ്റെ അതായത് ചാറ്റ് ജിപിടിക്കും ഡീപ് സീക്കിനൊക്കെ ബദലായിട്ട് ഗ്രോക്ക് എലോൺ മസ്കിൻ്റെ ഗ്രോക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഓൾമോസ്റ്റ് ചാറ്റ് ജിപിടിയൊക്കെ അതേ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ദെൻ അതിനകത്ത് പുതിയ ഫങ്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ പെട്രോളിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്നത് അത് 20% കൂടുതലായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. സോ ഷുഗർ ഇൻഡസ്ട്രിയിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ, ഷുഗർ സ്റ്റോക്കുകളുടെ പ്രൈസിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരായ പുരുഷന്മാർക്ക് സോഷ്യലൈസിങ്ങിന് ടൈം തീരെയും ഇല്ല. അവർ സോഷ്യലൈസിങ്ങിനെ മെനക്കെടുന്നില്ല എന്നുള്ളത്. അതായത് 18 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാരുടെ ഒരു സർവേ ആണ് നടത്തിയത്. 30 വയസ്സ് വരെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു ഇതിനകത്തുള്ള അതായത് വെഡ്ഡിങ് അല്ലെങ്കിൽ അങ്ങനെ ഗ്യാതറിങ് വരുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഈവൻറ്റുകൾക്ക് പോലും പുരുഷന്മാർ പങ്കെടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ആൾക്കാരൊക്കെ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കുള്ള സംശയം ഒന്ന് സോഷ്യൽ മീഡിയയാണ്, രണ്ടാമത്തേത് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ഈവൻ ഫോറക്സ് ആയാലും പുറത്തുള്ള ഒരുപാട് ആപ്സ് ഉണ്ടല്ലോ, അവിടെ ആയിക്കഴിഞ്ഞാൽ അത് 24/7 ഇങ്ങനെ റണ്ണിങ്ങിലുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആവും. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്, ഓപ്ഷൻ ട്രേഡിംഗ് പോലെയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ അവർ എൻഗേജ്ഡ് ആവും. അതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവും. അങ്ങനെയുള്ള എന്താ പറയുക, ഒതുങ്ങിക്കൂടുന്ന രീതിയിലേക്ക് പുരുഷന്മാർ മാറുന്നു എന്ന് ഇത് ഫിലിപ്പീൻസിലൊക്കെ അറിയുന്ന ആൾക്കാർക്കറിയാം. പുരുഷന്മാർ കൂടുതലും വീട്ടിലായിരിക്കും, അധികം അധികം അവരുടെ ജോലിയായിട്ട് പോകും. പക്ഷേ സ്ത്രീകളാണ് അവിടെ വളരെ ആക്റ്റീവായിട്ട്. ശ്രീലങ്കയിലും ഏകദേശം ഇതേ രീതിയിലാണ് എന്നാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്. സോ ആ രീതിയിൽ സ്ത്രീകൾ കൂടുതലായി ആക്റ്റീവായിട്ട് ഇറങ്ങട്ടെ എന്തായാലും. ദെൻ എയർടെൽ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കമ്പനികൾ രണ്ടും, ടാറ്റ പ്ലേയും എയർടെൽ ഡിജിറ്റൽ ടിവിയും തമ്മിൽ മെർജ് ചെയ്യാനുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ സഹായം ചോദിച്ചിരിക്കുകയാണ്. അതായത് റഷ്യയുടെ മുകളിൽ ഉപരോധം ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സഹായം ചോദിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. മുത്തൂറ്റ് ഫിനാൻസിന് 115 പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി RBIയുടെ ഒരു നോ ഒബ്ജെക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ കുറേ കണ്ടീഷൻസ് അതിനകത്ത് പറയുന്നത് കണ്ടിരുന്നു. അതായത് ഗോൾഡ് സൂക്ഷിക്കാൻ ഒത്തിരി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വേണം, അങ്ങനെ കുറേ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്കതിന് ഫൈനലി അത് 115 ശാഖകൾ തുറക്കാനുള്ള ഒരു അനുവാദം കിട്ടിയിട്ടുണ്ട്. ദെൻ NVIDIAയുടെ റിസൾട്ട് ഒരു പ്രതീക്ഷ പോലെ വലിയൊരു സംഭവം ഒന്നും ആയിട്ടില്ല, പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. സോ അതിനനുസരിച്ച് US സ്റ്റോക്കും ഏത് രീതിയിൽ, പക്ഷേ ഇന്നലെ ഒരു ഗ്രീനിലാണ് ഓപ്പൺ ആയതും മുകളിലോട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇനി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. KPI ഗ്രീൻ, ടാറ്റ പവർ, അദാനി ഗ്രീൻ, എയർടെൽ, വാരി എഞ്ചിനീയേഴ്സ്, വാരി എനർജീസ്, അൾട്രാടെക് സിമെൻറ്റ്, സീഗൾ ഇന്ത്യ, മാസ്റ്റെക്. ഇത്രയും സ്റ്റോക്കുകൾ ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ ചർച്ചയായ സ്റ്റോക്കുകളാണ്. സോ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും.
യു എസിൽ ഗവൺമെൻറ് ജോലിക്കാരെ പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വലിയൊരു ലിസ്റ്റ് ട്രംപ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ന്യൂസുകൾ വരുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നെഗറ്റീവായിട്ട് എല്ലാ കൂട്ടരെയും ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ ഡോ ജോൺസ് ശരിക്കും 188 പോയിന്റ് നെഗറ്റീവിലാണ് ഇപ്പോൾ ഉള്ളത്. ഓൾറെഡി ഒരു മാർക്കറ്റ് ക്ലോസ് ആയി ഇപ്പോൾ രാത്രി ട്രേഡിങ് ക്ലോസ് ചെയ്തിട്ട് ഉള്ള ഒരു ഡാറ്റയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലുള്ള. അതേപോലെ നെസ്ഡാക്കും S&P 500 ഒക്കെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഗ്രീനാണ്. ഏഷ്യൻ മാർക്കറ്റ്, അതായത് ഏഷ്യൻ മാർക്കറ്റിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചൈനയും ജപ്പാനും മാത്രമാണ് കേട്ടോ. ഈ രണ്ട് മാർക്കറ്റുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,593 18 പോയിന്റ് ഗ്രീനിലാണ് ഓപ്പൺ ആയത്. ഇന്ന് 22,575 45 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്നലെ ക്ലോസ് ചെയ്ത് 22,620 ഇന്ന് 575 ഓപ്പൺ ആയിട്ട് 593 വരെ വന്നിട്ടുണ്ട്. നോക്കാം എങ്ങോട്ടാണ് പോവുക എന്നുള്ളത്. ദെൻ സ്വർണത്തിൻ്റെ വില കുറയാണ് ചെയ്തത്. 22,26 വരെ കണ്ടിരുന്നു, പിന്നീട് 2,916 ഡോളറിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും സ്ലിപ്പായിട്ടുണ്ട്. 86.69 ഒക്കെ ഉണ്ടായിരുന്നത് 87.19 മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു US ഡോളറിന് 87 രൂപ 19 പൈസയാണ്. ദെൻ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ തുർക്കി ബാലൻസ് ഓഫ് ട്രേഡ് ഫൈനൽ ജാനുവരി, ഫ്രാൻസ് PPI ഇയർ ഓൺ ഇയർ ജനുവരി, യൂറോ ഏരിയ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, USA ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത്, USA GDP ഗ്രോത്ത് റേറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ, USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്. ഈ ലാസ്റ്റ് പറഞ്ഞ ഈവൻറ്റ് ഒരല്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനി നോക്കുകയാണെങ്കിൽ ഷോഫ്ലർ ഇന്ത്യ, സനോഫി ഇന്ത്യ, KSB ലിമിറ്റഡ്, ഈ 3 സ്റ്റോക്കുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പെനി സ്റ്റോക്കുകൾ കുറേ ഉണ്ടെന്നാണ് എനിക്ക് ഞാൻ കണ്ടത്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് അല്ല, ആരും അധികം ട്രേഡ് ചെയ്യാത്ത സ്റ്റോക്കുകളായതുകൊണ്ട് ഇന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് മണപ്പുറം തന്നെയാണ്. ഇത് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. മിക്കവാറും ഇന്നത്തോടുകൂടി ഇതിൻ്റെ ബാൻ റിലീസാവും, കാരണം ഇന്ന് എക്സ്പയറി ആണല്ലോ. സോ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് അത് ട്രേഡ് ചെയ്യാൻ പറ്റും. F&O അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,529 കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,030 കോടിയുടെ ബൈങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 498 കോടിയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് നടന്നിട്ടുള്ളത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ, ഫിൻ സർവീസസ്, FMCG, മീഡിയ, പ്രൈവറ്റ് ബാങ്ക്, ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചത്. ബാക്കിയെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ETF പോവുകയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഫാർമ ബീസ്, അതേപോലെ IT ബീസ്, ഈ 4 റെഡിലാണ്. ഗോൾഡ് ബീസും ഓട്ടോ ബീസും മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. ദെൻ നിഫ്റ്റി കഴിഞ്ഞ ദിവസം 22,553 ക്ലോസ് ചെയ്തിട്ടുള്ളത്. 36 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. 0.16% ഒരു ഗെയിനാണ് ഉണ്ടാക്കിയത്. ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് 56 പോയിന്റിൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 743 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി റെഡിലാണ് അവസാനിച്ചത്. ഫിൻ നിഫ്റ്റി, ബാങ്ക് എക്സ്, ഈ 3 ഇൻഡെക്സുകളും, അതായത് ഫിനാൻസ് സെക്ടർ നെഗറ്റീവിൽ പോയി. സെൻസെക്സും മിഡ് ക്യാപ്പും ആണ് ഇവിടെ പോസിറ്റീവായിട്ട് അവസാനിച്ചിട്ടുള്ളത്. 0.02%, ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഇവൻ പോയിന്റിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിഡ് ക്യാപ്പിൽ 0.23% ഒരു ഗെയിൻ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.7 ആണ്. ഇതൊരു കയ്യാലപ്പുറത്താണുള്ളത്. അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് 23,000 1,61,00,000 ഹയസ്റ്റ് പുട്ട് വന്നിട്ടുള്ളത് 22,500 1,21,00,000. അപ്പോൾ എന്തായാലും കോൾ സൈഡിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുള്ളത്. ഇന്ത്യ വിക്സ് 14.44 ഇൻട്രാഡേ ട്രേഡേഴ്സിനൊക്കെ പറ്റിയ വിക്സ് തന്നെയാണ്. സ്പോട്ട് പ്രൈസ് 22,553 CPR ഇന്നത്തെ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ CPR വന്നിരിക്കുന്നത് 22,559, 564, 570, ഓൾമോസ്റ്റ് ഒരു നാരോ ആയിട്ടുള്ള CPR ആണ് ഇന്നേക്ക് വന്നിട്ടുള്ളത്. നോട്ട് റേറ്റ് സോൺ വന്നിട്ടുള്ളത് 22,561, അതേപോലെ 544, ഓൾമോസ്റ്റ് CPRൻ്റെ അകത്ത് തന്നെയാണ് നോട്ട് റേറ്റ് സോണും വന്നിട്ടുള്ളത്. സോ
ആ ഒറ്റ റേഞ്ചിൽ വലിയ വളരെ നാരോ ആയിട്ടുള്ള ഒരു സോണിൽ വെച്ചിട്ട് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 22,561 കട്ട് ചെയ്ത് താഴോട്ട് 22,561 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 22,721 വരെ ഏകദേശം ഒരു 160 പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ 22,544 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 22,383 വരെ വരാനുള്ള സാധ്യതയുണ്ട്. റാസ് ലെവൽസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ ഓരോ ദിവസവും 25ഓളം പേർക്ക് ഒരു മാസത്തോളം വെച്ച് ഫ്രീ ആയിട്ട് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ. അതൊരു റാൻഡം പിക്കാണ്. അപ്പോൾ ഓരോരോ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്ത ആളാണെങ്കിലും ചെയ്യാത്ത ആളാണെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാത്ത ആളാണെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഒരാഴ്ച ഫ്രീ ട്രയൽ കിട്ടും. അതിന് ജോയിൻ ചെയ്ത ആളാണെങ്കിലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നിരിക്കുന്ന മെസ്സേജുകൾ ഒന്ന് നോക്കുക. അപ്പം അതിനകത്ത് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു വിന്നറാണ്, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസിൻ്റെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് ഒന്ന് കയറുക. അവിടെ നിങ്ങൾക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ റെഡി ആയിട്ടുണ്ടാവും. ദെൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നത്. കോപ്പി ട്രേഡിങ് നമ്മൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉണ്ട്. നമുക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിനകത്തേക്ക് വരാം. ഇതുവരെയായിട്ട് നമ്മളൊരു 8-9% നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നും നാളെയും ട്രേഡ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 8-9% 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് വരുന്നവർക്ക് ഒരു 16,000 രൂപയോളം ലോസിലായിരിക്കും നമ്മൾ ഈ മാസം ഫെബ്രുവരി മാസം അവസാനിക്കുന്നത്. ഒറ്റ ഇൻഡെക്സ് ആണ് ട്രേഡ് ചെയ്തത്, സെൻസെക്സ് മാത്രമാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്, വേറെ മറ്റ് ഇൻഡെക്സുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോ വൺസ് നമ്മൾ ഒരു മാസത്തിൽ പ്രോഫിറ്റ് വന്നതിന് ശേഷം സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് നമുക്ക് മറ്റ് ഇൻഡെക്സുകൾ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പ്രൊമോട്ട് ചെയ്യുക, നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുക. അതുപോലെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, റാസ് ലെവൽസ് കിട്ടുന്ന ലിങ്കും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.